ട്രംപിന്റെ പകൽ ചുങ്കം ഉയർത്തിയ നീക്കത്തിന് പിന്നാലെ യുഎസിന് ശക്തമായ മറുപടിയുമായി ചൈന. തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിൽ അമിത സമ്മർദ്ദം ചെലുത്തുന്നത് യുഎസ് അവസാനിപ്പിക്കണമെന്നും ഇനിയും ഭീഷണി തുടരരുതെന്നും ചൈന മുന്നറിയിപ്പ് നൽകി. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കുള്ള ഇറക്കുമതി തീരുവ 245% പിന്നാലെയാണ് ചൈനയുടെ പ്രതികരണം. സംഭാഷണങ്ങളിലൂടെയും ചർച്ചകളിലൂടെയും പ്രശ്നം പരിഹരിക്കാനാണ് അമേരിക്ക ആഗ്രഹിക്കുന്നതെങ്കിൽ അമിതമായി സമ്മർദ്ദം ചെലുത്തുന്നത് യുഎസ് അവസാനിപ്പിക്കണം. ഇനി ഭീഷണിപ്പെടുത്തൽ വേണ്ട. തുല്യതയുടെയും ബഹുമാനത്തിന്റെയും പരസ്പര സ്നേഹത്തിന്റെയും അടിസ്ഥാനത്തിൽ ചർച്ച നടത്താൻ യുഎസ് തയ്യാറാകണം. ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ജിയാൻ പറഞ്ഞു. യുഎസിന്റെ പകൽ ചുങ്കത്തിന് മുന്നോടിയായി കയറ്റുമതി വർദ്ധിച്ചതിനാൽ ആദ്യപാദത്തിൽ സമ്പദ് വ്യവസ്ഥ 5.4% വളർച്ച കൈവരിച്ചതായി കഴിഞ്ഞ ദിവസം ചൈന വ്യക്തമാക്കിയിരുന്നു. എന്നാൽ രണ്ടാം പകുതിയിലായിരിക്കും യുഎസിന്റെ പകൽ ചുങ്കത്തിന്റെ ആഘാതം ചൈന അനുഭവിക്കേണ്ടി വരിക എന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം വ്യാപാര യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് യുഎസിന് മുൻപിൽ പ്രധാനമായും 4 ഉപാധികളാണ് ചൈന വെച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. യുഎസ് മന്ത്രിസഭയിലെ അംഗങ്ങൾ ചൈനയ്ക്കെതിരെ നടത്തുന്ന അപമാനകരമായ പരാമർശങ്ങൾ അവസാനിപ്പിക്കണമെന്നതാണ് ആദ്യ ആവശ്യം. വ്യാപാര വിഷയങ്ങളിൽ സ്ഥിരത പുലർത്താൻ യുഎസ് തയ്യാറാകണമെന്നാണ് മറ്റൊരു ആവശ്യം. കൂടാതെ അമേരിക്കൻ ഉപരോധങ്ങളെയും തായ്വാനുമായുള്ള യുഎസ് നയത്തെയും കുറിച്ചുള്ള ചൈനയുടെ ആശങ്കകൾ പരിഹരിക്കുക, ചൈനയ്ക്കും യുഎസിനും യോജിക്കുന്ന തരത്തിൽ ഒരു കരാറിലേക്ക് എത്താൻ കെൽപ്പുള്ള മധ്യസ്ഥരെ ചുമതലപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളും ചൈന മുന്നോട്ട് വെച്ചു. നേരത്തെ 125% തീരുവ അമേരിക്ക പ്രഖ്യാപിച്ചപ്പോൾ അതേ നാണയത്തിൽ ബീജിംഗ് മറുപടി നൽകിയിരുന്നു. 245% എന്ന യുഎസ് തീരുമാനത്തിലും അതേ രീതിയിൽ ചൈന മറുപടി നൽകിയാൽ ആഗോള വിപണിയിൽ അത് കനത്ത പ്രഹരമായിരിക്കുമെന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്.